ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ പെട്രോൾ ലീക്കായിട്ട് വന്നതാണ് കേട്ടോ. പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നതാണ്. ജോബ് കാർഡിൽ പെട്രോൾ ലീക്ക് മാത്രമാണ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ഉണ്ടോ. കാർബേറ്ററിനകത്ത് ഇവിടെ നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. കാർബേറ്റർ ഇങ്ങനെ പൊടിഞ്ഞു തന്നെയാണ് ഈ കാണുന്നത്. മൊത്തം ദ്രവിച്ച് പോയേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കാർബേറ്ററിൻ്റെ അടിയിൽ ആ പീസുകളൊക്കെ പൊടിഞ്ഞ് അലുമിനിയം പൊടിഞ്ഞ് കിടക്കണ ഈ കാണുന്നത്. അപ്പോൾ ഈ കാർബേറ്റർ നമുക്ക് റീസെറ്റാക്കി എടുക്കാൻ നടക്കില്ല. ഓവർഫ്ലോ കംപ്ലൈൻറ്റ് മാറുകയില്ല കേട്ടോ. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. പുതിയ കാർബേറ്റർ അസംബ്ലി വയ്ക്കുക. പിന്നെ വണ്ടി ഓട്ടം കുറവാണെങ്കിൽ, അതായത് തീരെ ഓട്ടം കുറവുള്ളതാണെങ്കിൽ വീണ്ടും പുതിയ കാർബേറ്റർ വെച്ചാലും ഈ പ്രോബ്ലം റിപ്പീറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നിലവിലിപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ തരുള്ളൂ. വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാർബേറ്റർ അസംബ്ലി പുതിയത് വെക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. പിന്നെ അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പും കാർബേറ്ററിലേക്ക് വരുന്ന പെട്രോൾ പൈപ്പും കൂടി നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. അതും ഈ പറഞ്ഞ രീതിക്കുള്ള റബ്ബർ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗമൊക്കെ ശരിക്കും വികസിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.